അപ്പോൾ ഇന്ന് നമുക്കൊരു ലവ് സ്റ്റോറി ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കഥ കേൾക്കാം. ഞാനിപ്പോൾ 3rd ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇടുക്കി കട്ടപ്പനയിലാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് അഡ്മിഷൻ ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തം ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പണ്ട് കുറച്ച് നാൾ തൃശ്ശൂരിലായിരുന്നു പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ കോണ്ടാക്റ്റ് എൻ്റെ കയ്യിൽ നിന്നും പോയായിരുന്നു. അപ്പോൾ 12th കഴിഞ്ഞ് ആ ടൈമിൽ എനിക്കൊരു ഫ്രണ്ടിൻ്റെ നമ്പർ കിട്ടി. അവൾ വഴി ഞാൻ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാം നമ്പർ വാങ്ങി കണക്ട് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ചാറ്റും ഒക്കെ തുടങ്ങി. ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ 7th വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അവരുടെ കൂടെ 10 വരെ പഠിച്ച എല്ലാവരെയും അതിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ഇച്ചിരി വാചകക്കാരിയായതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ലതോണം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പരിചയപ്പെടുത്തുന്നു. ജസ്റ്റ് ഗ്രൂപ്പിൽ ഇന്ന ആളാന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ഇൻട്രോ തന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഇൻബോക്സിൽ വന്ന് എന്നോട് മെസ്സേജൊക്കെ അയച്ചു. ആളോർത്തു അവരുടെ കൂടെ എൻ്റെ പേരിൽ സെയിമായിട്ട് പഠിച്ച വേറൊരു കുട്ടിയാണെന്ന്. പക്ഷെ വേറെ ആളെന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ഒഴിവാക്കാൻ നോക്കി. പിന്നെ ഇടയ്ക്കൊക്കെ സ്റ്റാറ്റസിനൊക്കെ റിപ്ലൈ തന്ന് ഞങ്ങൾ അങ്ങ് കമ്പനിയായി. എനിക്കാണെങ്കിൽ ഫോണൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഫോണിൻ്റെ യൂസേജിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും ആൾക്ക് എനിക്ക് റിപ്ലൈ തരാൻ കൊണ്ട് എമർജൻസി ആയിട്ട് ഒക്കെ ഹെൽപ്പ് വേണ്ടി വന്ന് ഫസ്റ്റ് അവനോട് ചോദിക്കാം. എന്ന് വെച്ചാൽ ആർക്കെങ്കിലൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ മെസ്സേജ് അയക്കണമെങ്കിൽ പുള്ളിക്കാരനോടാണ് ഈ കുട്ടി ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നെ കുറേ കാര്യമൊക്കെ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് ഫോണിനെ കുറിച്ച്. പിന്നെ എളുപ്പം കമ്പനി തരും അങ്ങനെയൊക്കെ. ആ ടൈമൊക്കെ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായി പോകാറുണ്ടായിരുന്നു ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഒത്തിരി സംസാരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ ആളെ എനിക്കിന്ന് ഇഷ്ടമായി വരുമായിരുന്നു. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പറയാനുള്ള ധൈര്യം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഓഫ് ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമായിരുന്നു. ഞാനൊരു മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഫസ്റ്റ് സംസാരിച്ച ദിവസം 12th റിസൾട്ടിൻ്റെ തലേന്നായിരുന്നു. ആൾ ചോദിച്ചു തോൽക്കുമെന്ന്. ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോൾ ആൾക്ക് 3 സബ്ജക്റ്റ് പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു റീവാലുവേഷന് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന്, അല്ലെങ്കിൽ വെറുതെ പൈസ പോകും അങ്ങനെയൊക്കെ. അപ്പോൾ അവൻ എന്നാ പിന്നെ എഴുതിയെടുക്കാമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. ആൾക്ക് വേണ്ടി ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയുണ്ട്. അങ്ങനെ 1 year ആവാൻ 1 month ഉള്ളപ്പോൾ ഒരു ഏപ്രിൽ ഫുൾ ഗെയിമാക്കി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്നുള്ള ആ ടൈമിൽ. അപ്പം ഞാൻ മൈൻഡിലൊന്നും വെച്ചിരിക്കില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയും. പിന്നെ ഈ കാര്യം ഒരു ധൈര്യക്കുറവ് കൊണ്ട് പറയാത്ത വെച്ചത്. അപ്പോൾ അന്നൊരു ഉച്ചയൊക്കെ ആയപ്പോൾ എന്നെ പറ്റിച്ചപ്പോൾ. പക്ഷെ വൈകിട്ടായപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ ആൾ വലിയ സന്തോഷമൊക്കെ ഇട്ട് എഫക്റ്റ് കൂട്ടി. ഞാൻ ഓർത്തു തേടിയ വള്ളി കാല് ചുറ്റിയിരുന്നു. പക്ഷെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് പോയി. 1 month ആയപ്പോൾ ആൾ എന്നോട് ഞെട്ടിക്കുന്നൊരു സത്യം പറഞ്ഞു. ആൾക്ക് വരെ ഇഷ്ടമുണ്ടെന്ന്. അത് വീട്ടിലൊക്കെ അറിഞ്ഞ് സീനായി. അങ്ങനെയൊക്കെ ഒരു കൊച്ചിൻ്റെ ഫോട്ടോയും കാണിച്ചു. എനിക്ക് വേറെ എന്തെങ്കിലും വേണോ വഴക്കിടാൻ? ഞാൻ വഴക്കിട്ട് പിണങ്ങിയിരുന്നു. 1 week കഴിഞ്ഞപ്പോൾ എനിക്ക് ആളെ ഭയങ്കര മിസ്സിങ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനൊരു നോണയൊക്കെ കണ്ടുപിടിച്ച് കൂട്ടാവാൻ തീരുമാനിച്ചു. വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ റിപ്ലൈ വന്നിട്ടോ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് സന്തോഷമായി. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. പിന്നെ കണ്ടുപിടിച്ച് നോണ അങ്ങ് പറഞ്ഞു. എൻ്റെ ക്ലാസ്സിലൊരു വായി നോക്കി ചെക്കനെ പറ്റിക്കാനാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞതൊക്കെ അങ്ങ് തട്ടിവിട്ടു. പക്ഷെ ആൾക്ക് സ്പോട്ടിൽ തന്നെ മനസ്സിലായി അത് നോണ ആണെന്ന്. അതിനോട് പിന്നെ പറഞ്ഞത്. പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞ് ആളൊരു സാഡ് ന്യൂസ് ആയിട്ട് വന്നു. ആളുടെ അഫെയർ പോയി. ആ കുട്ടിക്ക് വേറെ മാരേജൊക്കെ ഫിക്സ് ആക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആണ് ഞങ്ങൾ ബ്രേക്കപ്പ്
ആളെക്കുറിച്ച് കൂടുതലൊക്കെ പറയുന്നത്. പക്ഷേ അന്ന് അവൻ പറഞ്ഞു അവളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നവൻ എന്നോട് എസ് പറഞ്ഞിരുന്നില്ല. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് ആൾ പറഞ്ഞു എന്നെ ശരിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല. അന്ന് എന്നെ പറ്റിച്ച ആൾ വീണ്ടും പറ്റിക്കാൻ വീണ്ടും അതേപോലെ പറ്റിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും സമ്മതിച്ചില്ല. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ അവനോട് ഇഷ്ടമുള്ളതുകൊണ്ട് വീണ്ടും ഇഷ്ടമാണെന്ന് ഞാൻ സമ്മതിച്ചു. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ കോൾസും ഒക്കെ ആയി. അതല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല. അവളിപ്പോൾ പോളണ്ടിലാണ്. അവിടെ ഏവിയേഷൻ പഠിക്കുവാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഒരു 3 months വരെ. അത് കഴിഞ്ഞ് ആൾക്ക് മിണ്ടാട്ടം ഇല്ലാണ്ടായി, ഒട്ടും സംസാരിക്കാതെയായി. അതിനുശേഷം ഞാൻ കുറേ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. ആൾ കോൾസും എടുക്കാതെയായി. ടെക്സ്റ്റൊക്കെ റീഡാക്കി റിപ്ലൈ ഒന്നുമില്ല. എല്ലാം പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഇല്ലാണ്ടായി. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ആളുടെ ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ആൾക്ക് അവിടെ കുറേ പ്രോബ്ലംസ് ഒക്കെ ആയിപ്പോയി, ആൾക്ക് ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു ഒക്കെ കൂടെയുള്ളൊരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞു. എന്ന് വെച്ചാൽ ആൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മെസ്സേജും എടുക്കാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിയാമെന്ന്. അതും വേറൊരു ഫ്രണ്ട് വഴിയാണ് കേട്ടോ അറിയുന്നത്. പിന്നെ ഇപ്പോൾ ആൾ ഓക്കെ ആയി, ആളുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കുറഞ്ഞു. ബട്ട് പോയിട്ട് 3 വർഷം ആകാൻ പോവാണ്. ആൾ ഇതുവരെ നാട്ടിൽ വന്നിട്ടില്ല. അവിടെ നിന്ന് വരാൻ എന്തൊക്കെയോ തടസ്സങ്ങളാണ്. പിന്നെ കോഴ്സും ഡ്രോപ്പ് ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ആകെ പുറത്തുനിന്ന് കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസും കൊറോണയും എല്ലാം കൂടി ആകെ മൊത്തം സീൻ മാത്രം. അപ്പം ഞങ്ങൾ മ്യൂച്വലി തീരുമാനിച്ചു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വേണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. ഇടയ്ക്കൊക്കെ റീൽസ് ഷെയർ ചെയ്യും, ബർത്ത്ഡേക്ക് വിഷും ചെയ്യും. ഇപ്പോൾ പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന ആ ഫീലിംഗ് ഒന്നുമില്ല, ആ അടുപ്പം ഫീൽ ചെയ്യുന്നില്ല. ഇനി ഞങ്ങൾ പാച്ചപ്പ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് എന്ത് പേരാ വിളിക്കേണ്ടത്? അത് നീ ഒരു ലവ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അതിനെ ഒരു ലവ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി തന്നെ പറയൂ, ഇതിനെന്താ വിളിക്കുക? ശരിക്കും ഒരു മണ്ടൻ ലവ് സ്റ്റോറി അല്ലേ? പിന്നെ ഒരു റിക്വസ്റ്റ്, ഐഡൻറ്റിറ്റി പറയേണ്ട. നന്നായി, ഞാൻ നേരത്തെ പേര് പറയാറുള്ളത് ഐഡൻറ്റിറ്റി പറയണമെന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരിൽ കാണാതെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഹെൽത്തി ആണോ? റിലേഷൻഷിപ്സ് ഓക്കെ, അതിനെ പറ്റി ചേച്ചി ഒന്ന് സംസാരിക്കാമോ? ശരി, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതിലൂടെ പറയാം. മണ്ടൻ ലവ് സ്റ്റോറി എന്നൊന്നും പറയുന്നില്ല, കാരണം നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചെല്ലാം ഞാൻ എൻ്റെ പേഴ്സണലി നേരിട്ട് കാണാത്ത റിലേഷൻഷിപ്പിന് ഒരിക്കലും കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. ഒരാളെ മനസ്സിലാക്കാൻ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഫോണിലൂടെ ഉള്ളത് ഒട്ടും തന്നെ ഒരു നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പേഴ്സണൽ ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ തന്നെ അയാളായിട്ട് നേരിലുള്ള കോൺവെർസേഷൻ പോലെ ഒരിക്കലും ആവില്ല കമ്മ്യൂണിക്കേഷൻ ഫോണിലൂടെ. അതെനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഫോണിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും, അവിടെ റിസീവ് ചെയ്യുന്ന വേറൊന്നായിരിക്കും, അപ്പോൾ തിരിച്ചുള്ള റിപ്ലൈ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് റിസീവ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കാം. സോ ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് ഒരു വലിയ തടസ്സമാണ് റിലേഷൻഷിപ്പിൽ. പിന്നെ നേരിൽ ഒന്നും ഇതുവരെ കാണാത്ത ഒരാളെ വെറുതെ സംസാരത്തിലൂടെ മാത്രം ഇഷ്ടപ്പെടുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. സോ ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്, ഇത് ഡിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. നേരിൽ കാണാത്തൊരു റിലേഷൻഷിപ്പിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. എനിക്കിപ്പം താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മണ്ട സ്റ്റോറി നിന്ന് വിളിക്കണ്ട, കാരണം നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതുവഴി ആ ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചൊക്കെ പറ്റും. പിന്നെ ഒരിക്കലും ഇങ്ങനെ ചാടിക്കയറി ഒരാളെ ഇഷ്ടമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം, നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം, അതും പെട്ടെന്ന് കണ്ടുടനെ കുറച്ച് നാളിലായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. ഈവൻ വർഷങ്ങളെടുത്താൽ പോലും നമുക്കൊരാളെ ഫുൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആൾക്കാർ നമുക്ക് എത്ര നാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
മനസ്സിലാവില്ല, നമ്മളെ മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ അതങ്ങനെയാണ്. എന്നാലും കീപ്പിംഗ് ദാറ്റ് അപ്പാർട്ട്, എനിക്ക് പേഴ്സണലി കാണാത്ത റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല. സോ ദിസ് ഈസ് വാട്ട് ഈസ് മൈ ഒപ്പീനിയൻ അബൌട്ട് ദിസ് കട്ടപ്പന സ്റ്റോറി. ടേക്ക് കെയർ.